പിണറായി വിജയനും പറഞ്ഞു രാഹുൽ മാൻകൂട്ടത്തിൽ ക്രിമിനലാണ്, ഗർഭഛിദ്രം നടത്തിയില്ലെങ്കിൽ കൊല്ലും എന്ന് വരെ പറഞ്ഞു. ഇനി പെൺകുട്ടിക്ക് സംരക്ഷണം കൊടുക്കാമെന്നും പറയുന്നുണ്ട്. പത്രസമ്മേളനം കണ്ടോ? അങ്ങേര് ഈ തറ രാഷ്ട്രീയക്കാരെ പോലെ അങ്ങേരും സംസാരിച്ചത് മഹാമോശമായിപ്പോയി. അങ്ങേരുടെ കൂടെയുള്ളവരൊക്കെ ഈ യുദ്ധം നയിക്കുന്നുണ്ട്. അങ്ങേര് ഇതിൽ ഇടപെടാതിരിക്കുന്നതായിരുന്നു അങ്ങേരുടെ മാന്യതയ്ക്ക് നല്ലത്. ബട്ട് ആ മാന്യത പിണറായിയിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. പിണറായി ഒരു ഘട്ടം കഴിയുമ്പോഴുണ്ടല്ലോ പഴയ ആ തലശ്ശേരി ഗുണ്ടാ സ്വഭാവത്തിലേക്ക് അങ്ങ് മാറും. മുഖ്യമന്ത്രി എന്നുള്ള നിലവിട്ടിട്ട് ഇതിൽ ഈ ഗർഭഛിദ്രം ആ ഡയലോഗ് അതിലൊക്കെ മുഖ്യമന്ത്രി കയറി ഏറ്റുപിടിക്കാമോ? ആവശ്യമില്ലായിരുന്നു അല്ലേ? എന്നിട്ട് അത് വളച്ചൊടിച്ചാണ് പുള്ളി അവതരിപ്പിക്കുന്നത് തന്നെ. ഗർഭഛിദ്രം നടത്തിയില്ലെങ്കിൽ ഗർഭം ധരിച്ച യുവതിയെ കൊന്നുകളയും എന്നുള്ള ക്രിമിനൽ മെൻ്റൽ അങ്ങനെയൊന്നുമല്ല. നമ്മളൊക്കെ ആ സംഭാഷണം കേട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല പറയുന്നത്. ഭാര്യ കൊല്ലും പറഞ്ഞപ്പോൾ ഇപ്പോൾ കൊല്ലാനാണെങ്കിൽ ഇപ്പോൾ എത്ര സെക്കൻഡ് വേണം എനിക്ക് പറയുന്നു. ഇത്രയേ ഉള്ളൂ. അതിന് ആവശ്യത്തിൽ കവിഞ്ഞ ഊന്നലും ഗൗരവവും അതിന് കൊടുത്തിട്ട് അത് വലിയൊരു സംഭവമാണ്. MLA സ്ഥാനം രാജിവെക്കും. ഇയാളുടെ കൂടിയുള്ള ഒരു MLA സ്ഥാനം രാജിവെച്ചോ? ഇല്ലല്ലോ. ആരോപണം പരാതിയൊന്നുമില്ല. ഇല്ല. എന്നിട്ട് പറയുന്നത് എന്താ പറയുക, ഇത് അങ്ങനെ അതുപോലെയല്ല ഇത്. എന്താ അതുപോലെയല്ല ഇത്? ഇഫ് യു ഗോ ടു ദ മെറിറ്റ്സ് രണ്ട് സംഭവങ്ങൾ ഒരുപോലെയല്ലേ? ഇയാളുടെ ചാറ്റും സംഭാഷണവും അല്ലേ ഉള്ളൂ. മറ്റേ ആളുടെ ബലാത്സംഗ കേസാണ്. ബലാത്സംഗം ചെയ്തതാണ്. ഇത് ബലാലൊന്നുമല്ല, സംഘം ചെയ്തു ഗർഭിണിയായി. മറ്റേത് ബലാത്സംഗം ആ കേസാണ്. അപ്പോൾ വെറുതെ ഇങ്ങനെ ഈ കിട്ടിയ തക്കത്തിന് അങ്ങ് ഈ വെല്ലുവിളിയും അത് പെരുപ്പിച്ച് പറയലും ഇതൊന്നും മുഖ്യമന്ത്രിക്ക് ഭൂഷണം. പിണറായി അത് പറയണ്ടായിരുന്നു അല്ലേ? ആ വിഷയമേ പിണറായി ടച്ച് ചെയ്യാൻ പാടില്ല. അതാണ് അതിൻ്റെ മാന്യത. ബാക്കി കാളികൂളി സംക്രാന്തിയൊക്കെ ഇത് കിടന്ന് മെഴുകുന്നുണ്ടല്ലോ, അത് പോരെ. ഇങ്ങേര് മിണ്ടാതിരിക്കുന്നതല്ലേ അതിൻ്റെ മാന്യത. അതതിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് പറയും. അല്ലെങ്കിൽ കോൺഗ്രസ് അവരുടെ ധാർമ്മികത അനുസരിച്ച് അവരെന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്ന് പറയുക. ഇതിപ്പോൾ തിരിച്ചുള്ള ചോദ്യത്തിന് ഈ VD സതീശൻ ചോദിക്കുമ്പോൾ ഇങ്ങനെ മറുപടി പറയേണ്ടി വരും. നിയമസഭയിൽ മറുപടി പറയേണ്ടി വരും. അതിന് പുറത്ത് മറുപടി പറയേണ്ടി വരും. കോൺഗ്രസ്സുകാരും വെറുതെ ഇരിക്കുകയൊന്നുമില്ലല്ലോ. അവർക്കും വാക്സാമർഥ്യമുണ്ട്. അവർക്കും വളച്ചൊടിക്കാൻ അറിയാം. അവരും ഇതൊക്കെ ചെയ്യും. അപ്പോൾ മുഖ്യമന്ത്രി അത് ചെയ്യരുതായിരുന്നു. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ കാലിൽ ഒരു ആനമന്തുണ്ട്. മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യയുടെ ചരിത്രം എന്താ? അവരെ ആ മനുഷ്യനെ ഉപദ്രവിച്ചതിന് കൈ കണക്കുണ്ടോ? അതിൽ ശ്വാസം മുട്ടിയിട്ടില്ല ആ വിവാഹമോചനം നടന്നത്. വിവാഹമോചനം നടന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം ഇങ്ങേര് വീണ വിജയനെ കല്യാണം കഴിക്കുകയും ചെയ്തു. കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുകയായിരുന്നു എന്നുള്ള മട്ടിൽ. എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ഒഴിവാക്കി കിട്ടിയിട്ട് ആ സ്ത്രീ മാന്യമായതുകൊണ്ട്, അവർ ഡോക്ടറാണ്, ക്വാളിഫൈഡാണ്, അവർ മാന്യതയായ അവർ TV മുമ്പിൽ വന്നില്ല. വന്നാൽ എന്തായിരുന്നു അതിനെ സ്ഥിതി മുഹമ്മദ് റിയാസിൻ്റെ? ഇതെല്ലാവർക്കും അറിയാം. പക്ഷേ ആരും അത് പറഞ്ഞ് പിണറായി വിജയനെ ചീത്തയാക്കാൻ പോകാറില്ല. ആ മാന്യത പിണറായി വിജയൻ ബാക്കിയുള്ളവരോടും കാണിക്കണം. അതുകൊണ്ട് ഈ പിണറായി വിജയൻ്റെ ഈ വേണ്ടാത്ത പരിപാടികളുണ്ടല്ലോ, അത് എന്താണ് പുള്ളി പഠിക്കൽ കൊണ്ടുവന്ന് കലമുടക്കി. ഇന്നിപ്പോൾ പുള്ളി മലയോര നിവാസികൾക്ക് എന്തോ മഹാകാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലായില്ല അതെന്താണെന്ന്. നമ്മൾ കുറേ നേരം കേട്ടു. ഏത് നിയമം ഭേദഗതി ചെയ്തു എന്നാണ് പുള്ളി പറയുന്നത് അറിയില്ല. ആ നിയമം ഭേദഗതി ചെയ്യുന്നതിലൂടെ ഒരുപാട് പേർക്ക് ആശ്വാസം കിട്ടും. അതിൻ്റെ ചട്ടത്തിന് ഇപ്പം മന്ത്രിസഭ അംഗീകാരം നൽകി. ഏതിൻ്റെ ചട്ടം? എന്ത് ചട്ടം? മന്ത്രി രാജൻ സംസാരിക്കുന്നു, അങ്ങേരും പറയുന്നു ഇത് ഇങ്ങനെ ക്രമപ്പെടുത്താൻ പറ്റും, പക്ഷേ അങ്ങനെ ക്രമപ്പെടുത്താൻ പറ്റില്ല കേട്ടോ. എന്ത് ക്രമപ്പെടുത്താൻ പോകുന്നു? ആർക്കും ഒരു വിവരവുമില്ല. മലയോര നിവാസികളുടെ ദീർഘകാലമായ പ്രശ്നം, അവർക്ക് 110 പ്രശ്നമുണ്ട്. അതിലേത് പ്രശ്നമാണെന്ന് പറയുന്നത്? അതിലേത് പ്രശ്നമാണിത്? അത് പറയുന്നില്ല. ഈ ആക്ടിൻ്റെയൊക്കെ പേര് പറയുന്നുണ്ട്. ഇവർ എത്രയോ ആക്റ്റുകൾ ഇവർ പാസ്സാക്കി വെച്ചിരിക്കുന്നു. അതൊക്കെ അവിടെ അലമാരിയിൽ ഇരിക്കുന്നതല്ല, അതൊന്നും നടപ്പാകുന്നില്ല. ഇത് പറയാനായിട്ട് പത്രസമ്മേളനം വിളിച്ചു കൂട്ടി. വാസ്തവത്തിൽ അങ്ങേര് പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി അതങ്ങോട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. കേരളത്തിൽ വളരെ ഗൗരവമായ സംഭവം നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങോട്ട് പറഞ്ഞോ. പറയാനുള്ള നുണ മുഴുവൻ അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് അത് കൗണ്ടർ ചോദ്യം വന്നു കഴിയുമ്പോൾ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് എണീറ്റ് പോവുക. ഇതൊന്നും ഒരു മുഖ്യമന്ത്രിക്ക് ഭൂഷണമല്ല. അയ്യപ്പ സംഗമത്തെക്കുറിച്ചും പറഞ്ഞല്ലോ. രാജീവ് ചന്ദ്രശേഖരൻ്റെ വിരട്ടലൊന്നും വേണ്ട, ഭീഷണി വേണ്ട എന്ന് പറഞ്ഞു. സ്റ്റാലിൻ വരുന്നില്ലല്ലോ. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് എന്താ? സ്റ്റാലിൻ വന്നാൽ തടയും എന്നാണ്.
സ്റ്റാലിൻ വരുന്നില്ല, ആ ഇഷ്യൂ കഴിഞ്ഞു. എന്താ സ്റ്റാലിൻ വരാത്ത? ഇങ്ങനെ വലിയ അമ്മാച്ചനാണല്ലോ സ്റ്റാലിൻ. പ്രത്യേകിച്ച് വിരട്ടിൽ കേട്ടാൽ ഒട്ടും പേടിക്കാത്ത ആളാണ് സ്റ്റാലിൻ. ഡേയ് അന്ത ആരുവായടാ എന്ന് പറയുന്നവൻ, സി വിടുവൻ എന്നൊക്കെ പറയുന്ന ടീമാണത്. എന്താ വരാത്തെ? എന്തായിരിക്കും എനിക്കറിയില്ല. ഞാൻ ധരിക്കുന്നത് അങ്ങേർക്ക് അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തിട്ട് അങ്ങേരുണ്ടാക്കിയ ഒരു ഇമേജ് ഉണ്ടല്ലോ, ദൈവവിരുദ്ധനാണ്, ഈശ്വരവിരുദ്ധനാണ്, അമ്പലവിരുദ്ധനാണ് എന്നൊക്കെ ഉള്ളത്. അങ്ങേര് ഇവിടെ വന്ന് ഇത് ചെയ്തു കഴിഞ്ഞാൽ നാഷണൽ ടെലിവിഷൻകാർ ഇത് കവർ ചെയ്യും. ആഗോള അയ്യപ്പ സംഗമത്തിൽ സ്റ്റാലിൻ പങ്കെടുത്തു, അയ്യപ്പൻ്റെ വിഗ്രഹം സ്റ്റേജിലിരിക്കുന്നു, സ്റ്റാലിൻ പ്രസംഗിക്കുന്നു. അയ്യപ്പ സംഗമത്തിൽ വന്നിട്ട് അയ്യപ്പനെതിരെ പ്രസംഗിക്കാൻ പറ്റും? അതും പ്രശ്നമാവും. അയ്യപ്പൻ ദൈവമല്ല എന്ന് പറഞ്ഞ് പ്രസംഗിക്കാൻ പറ്റുമോ? ആണെന്ന് പറഞ്ഞ് പ്രസംഗിച്ചാൽ നാഷണൽ ലെവലിൽ ഇങ്ങയുടെ ഗ്യാസ് പോകും. ഇയാൾ ഇരട്ടത്താപ്പുകാരനാണെന്ന് തമിഴ്നാട് മുഴുവൻ അണ്ണാമലയ്ക്ക് കിട്ടാനിരിക്കുകയാണ് ഇയാളെ കയ്യിൽ അവിടെ. അല്ല, അയ്യപ്പനെതിരെ പറഞ്ഞാൽ തമിഴൻ സമ്മതിക്കത്തില്ല. ഇല്ല, അത് വലിയ കുടുക്കാണ്. അതുകൊണ്ട് സ്റ്റാലിൻ പിണറായി വിജയനെ വിളിച്ച് ചോദിക്കും, അണ്ണൻ എന്ത് കുരുക്കാണ് എന്നെ? ഓ അങ്ങനെയുണ്ട് അല്ലേ? അല്ല ഞാനിത് അറിഞ്ഞില്ല. ഒരു കാര്യം ചെയ്യും, താൻ വരണ്ട. ഇപ്പം ഞാൻ എന്തെങ്കിലും കാരണം പറ, മുഖ്യമന്ത്രിയല്ലേ, ഒരു പരിപാടിയിൽ വേറെ തിരക്കുകളുണ്ടെന്ന് പറഞ്ഞ് വരാതിരിക്കും. എന്നിട്ട് അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ഉണ്ടല്ലോ ഏതെങ്കിലും കച്ചറ 1-2 വിട്ടാൽ മതി എന്ന് പറയും. അങ്ങനെയാണ് അയ്യപ്പ സംഘം നിൽക്കുന്നത്. അത് ചീറ്റിപ്പോയി. ഇന്നിപ്പോൾ പിണറായി വിജയൻ പറയുന്നത് എന്താ? അത് സർക്കാർ പരിപാടിയല്ല, ദേവസ്വം ബോർഡിൻ്റെ പരിപാടിയാണ്. ദേവസ്വം ബോർഡിൻ്റെ പരിപാടി അനൗൺസ് ചെയ്തപ്പോൾ മറ്റ് ഹിന്ദു സംഘടനകൾ ഒരക്ഷരം വേണ്ടിയില്ല, ഒരു എതിർപ്പും ഉണ്ടായില്ല. 4 ദിവസം കഴിഞ്ഞിട്ട് VN വാസവൻ ദേവസ്വം മന്ത്രിയാണ് പറഞ്ഞത് ആ പരിപാടി സർക്കാർ ഏറ്റെടുക്കുന്നു. അങ്ങനെ സർക്കാർ പരിപാടിയായിട്ട് അത് മാറ്റി. അപ്പോഴാണ് ഈ വിശ്വ ഹിന്ദു പരിഷത്ത് ഹിന്ദു ഐക്യവേദിയൊക്കെ എതിർത്തത്. ഇപ്പോൾ പിണറായി വിജയൻ പറയാണ് സർക്കാർ പരിപാടിയല്ല, ദേവസ്വം ബോർഡിൻ്റെ പരിപാടിയാണ്. സർക്കാർ അതിന് ഇപ്പോൾ ആവശ്യമായ സഹായങ്ങൾ പിന്തുണയൊക്കെ കൊടുക്കുന്നു. അതല്ലെങ്കിൽ ഏത് പരിപാടിക്കും കൊടുക്കണം. ഇവാഞ്ചലിസ്റ്റുകാരുടെ കൺവെൻഷൻ നടക്കുമ്പോൾ അവിടെയും പോലീസ് പോകണം, അവിടെയും ഇലക്ട്രിസിറ്റി ഇത് സ്പെഷ്യൽ കണക്ഷൻ കൊടുക്കണം, അവരുടെ നിന്ന് അതിൻ്റെ ചാർജ് മേടിക്കണം. ഈ വക പഞ്ചായത്തിൻ്റെ ഗ്രൗണ്ടോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അനുമതി കൊടുക്കണം, മൈക്കിൻ്റെ അനുമതി കൊടുക്കണം. ഇതൊക്കെ സർക്കാരിൻ്റെ പിന്തുണയാണ്. ഒരു പ്രോഗ്രാം സർക്കാരിൻ്റെ പിന്തുണയോടെ ആർക്കും നടത്താൻ പറ്റുള്ളൂ. അയ്യപ്പ സംഘം എന്നല്ല, എന്ത് സംഘമാണെങ്കിലും. ആറ്റുകാൽ പൊങ്കാല നടത്തുന്നത് സർക്കാരിൻ്റെ പിന്തുണയോടെയല്ലേ? ആണ്. ഗുരുവായൂർ ഏകാദശി സർക്കാർ പിന്തുണയോടെയാണ്. ശബരിമല, മണ്ഡലകാലം, മകരവിളക്ക് എല്ലാം നടക്കുന്നത് സർക്കാർ പിന്തുണയോടെ. കാരണം ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടേ, വിച്ച് ക്യാൻ ഓൺലി ബി പ്രൊവൈഡ് ബൈ ദ ഗവൺമെൻറ്. അപ്പോൾ അത് ഞങ്ങൾ പിന്തുണ കൊടുക്കുന്നത് പ്രത്യേകിച്ച് പറയുകയൊന്നും വേണ്ട. നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകും, ലോ ആൻഡ് ഓർഡർ പ്രശ്നമാകും. അതുകൊണ്ട് പോലീസ്, ഇലക്ട്രിസിറ്റി ബോർഡ്, വാട്ടർ അതോറിറ്റി ഇവരൊക്കെ ഇതിനകത്ത് സഹകരിച്ചേ പറ്റുള്ളൂ. പക്ഷെ ബിന്ദു അമ്മിണി ആ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ പങ്കെടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ബിന്ദു അമ്മിണിയെ നിങ്ങൾക്ക് തല്ലിക്കൊല്ലാൻ പറ്റും. ഷീ ഈസ് എ ലെജിറ്റിമേറ്റ് സിറ്റിസൺ ഓഫ് ദി സ്റ്റേറ്റ് ആൻഡ് ഷീ വിൽ ബി. ശരി, അപ്പോൾ അവിടെ പന്തലിൽ എവിടെയെങ്കിലും അവർ വന്നിരിക്കുകയാണെങ്കിൽ അവരെ ഇറക്കി വിടാനോ ഒന്നും ആരും പോകില്ല എന്നാണ്. അത് കഴിഞ്ഞ് 3000 പ്രതിനിധികളുമായിട്ട് ശബരിമലയ്ക്ക് പോകുന്നതാണ് പറയുന്നത്. 3000 പേരുമായിട്ടൊന്നും ശബരിമലയ്ക്ക് പോകുന്നത് പ്രായോഗികമല്ല. അതൊക്കെ എന്താ ഈ പറയുന്നത്? അത്രയ്ക്ക് ഇതെന്താ സന്നദ്ധ സംഘടനയുടെ യോഗമാണ് ഈ യോഗം? കൃതജ്ഞത പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുണ്ട്, എല്ലാവരും പമ്പയിലേക്ക് പോകണം, പിന്നെ ശബരിമലയ്ക്ക് പോകണം. അവിടെ നിങ്ങൾക്കുള്ള ഇരുമുടിക്കെട്ട് സംവിധാനമൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്ത് എല്ലാവരും. സ്ത്രീകൾ കിഴക്ക് വശത്തുകൂടെയും പുരുഷന്മാർ സ്ത്രീകളെ കാണാൻ പാകത്തിന് പടിഞ്ഞാറ് വശത്തുകൂടെയും എന്നൊക്കെ പറഞ്ഞിട്ട് നോൺസെൻസ്. വേണമെങ്കിൽ ചെയ്യാമല്ലോ. അങ്ങനെയൊന്നും അങ്ങനെ പമ്പയിലാ പരിപാടി. അങ്ങനെ ചെയ്യുന്നു എന്ന് അവർ അനൗൺസ് ചെയ്തിട്ടില്ല. ഈ 3000 പേരെയും കൊണ്ട് മല കയറാൻ പോകണമെന്നൊന്നും ആരും അനൗൺസ് ചെയ്തിട്ടില്ല, എൻ്റെ അറിവിലില്ല. ദർശനത്തിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. ദർശനത്തിന് സൗകര്യമുള്ളവർ പോവും, അല്ലാത്തവർ തിരിച്ച് വീട്ടിൽ പോകും. ഇനി അതിൻ്റെ കൂടെ ബിന്ദു അമ്മിണി പോവുമെങ്കിൽ ഞാൻ പിണറായി വിജയന് കൈയടിക്കാൻ തയ്യാറാണ്. എന്താ കാരണം? ഇപ്പോൾ ആസ് സച്ച് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് പ്രിവെയിലിംഗ് ആണ്. സ്ത്രീകൾക്ക് കയറാനുള്ളത്. പിണറായി ആണല്ലോ കയറ്റാത്തത്. പിണറായിയാണ് കയറ്റാത്തത്. ഇപ്പോൾ പിണറായി വീണ്ടും കയറ്റിയെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ പിണറായി ആൺകുട്ടിയാണ്, ഞാൻ സമ്മതിക്കാം. മറ്റാരും പിന്തുണച്ചില്ലെങ്കിലും ഞാൻ പിന്തുണയ്ക്കാനുണ്ടാവും. ചേട്ടൻ മുമ്പേ തന്നെ പിന്തുണയാണല്ലോ. ഞാൻ പിന്തുണയാണ്. പക്ഷേ റഹ്ന ഫാത്തിമയ്ക്ക് പിന്തുണയില്ല. ഞാനും ഈ എതിർക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം, 50 വയസ്സ് കഴിഞ്ഞാൽ ഇവർ റഹ്ന ഫാത്തിമയെ കയറ്റാൻ ഇവർക്ക് സമ്മതമാണ്. ഞാൻ സമ്മതിക്കും. 50 വയസ്സ് കഴിഞ്ഞാലും റഹ്ന ഫാത്തിമ കാരണം ഷീ ഈസ് എ മുസ്ലിം.
അല്ല, ഇന്നും പിണറായി പറഞ്ഞു എല്ലാ മതവിശ്വാസികൾക്കും പോകാവുന്ന സ്ഥലമാണ് ശബരിമല. അതല്ല, അത് നിയമവിരുദ്ധമായൊരു പ്രസ്താവനയാണ്. ആ നിയമം ആരും മൈൻഡ് ചെയ്യാതെ കിടക്കുന്നു. അത് ആരെ തോൽപ്പിക്കാനാണെന്ന് അറിയുന്നുണ്ട്. ഈ ശബരിമലക്കാരെല്ലാം കൂടെ ആ നിയമം ശബരിമലയ്ക്ക് ബാധകമല്ല എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തിട്ട് ആ നിയമം വിശാല ബെഞ്ചിൽ സുപ്രീം കോടതിക്ക് ആപ്ലിക്കബിൾ ആണോ അല്ലയെന്ന് അറിയാൻ വിശാല ബെഞ്ചിലേക്ക് റെഫർ ചെയ്തിരിക്കുക. ആ നിയമമാണ് ഹിന്ദു ക്ഷേത്രങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പല നിയമങ്ങളിൽ ഒന്ന്. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ നോക്ക്, ഹിന്ദുക്കൾ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് നോക്ക്. KT ജലീൽ കയറിയാൽ അവർക്ക് പ്രശ്നമില്ല. ഉണ്ട്, ഒരു പ്രശ്നമില്ല. പിണറായി വിജയൻ അവിശ്വാസിയാണ്, കയറിയാൽ പ്രശ്നമില്ല. വിശ്വാസിയായ സ്ത്രീ 30 വയസ്സാണ്, കയറ്റിയില്ല. ഹൗ ഈസ് ഇറ്റ്? KP യോഹന്നാൻ്റെ ഇവാഞ്ചലിക്കൽ ടീമാണ് മനീതി സംഘം വന്ന സ്ത്രീകൾ. അവരെ കയറ്റില്ല, അവരെ തടഞ്ഞു. KP യോഹന്നാനെ തടയുമോ? ഇല്ല. KP യോഹന്നാനെ കയറാം. KP യോഹന്നാൻ്റെ ടീം മനീതി സംഘത്തിന് കയറിക്കൂടാ. ഈ പ്രകടമായ വൈരുദ്ധ്യം ഈ ശബരിമല സമരത്തിലുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ കൂട്ടുകാരും സഹോദരന്മാരും ഒക്കെയാണ്. ഞാൻ അവരുമായിട്ട് തർക്കത്തിനോ സംഗതിക്കോ ഒന്നും പോയില്ല. ഞാൻ എൻ്റെ സ്റ്റാൻഡ് പറഞ്ഞു, അവസാനിപ്പിച്ചു. പിന്നെ ഞാൻ തെറിവിളി, ബഹളം, വെല്ലുവിളി, കല്ലേറ് ഇതിനൊന്നും ഞാൻ പോയില്ല. ബട്ട് ഐ ഹാഡ് ദിസ് ഡൗട്ട്, ഐ റേസ് ദിസ് പ്രോബ്ലംസ് ഇൻറ്റേർണലി. ബട്ട് ശരി, അതൊരു ബഹളമായി. പിണറായി വിജയൻ വല്ലാതെ വാശി പിടിച്ചു. പിണറായി വിജയൻ്റെ സ്ഥാനത്ത് ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ശരിയാണ്, ഉറപ്പായിട്ടും ഉണ്ടാവില്ല. ഉമ്മൻചാണ്ടി ഒരു സ്റ്റേ ഓർഡർ ചോദിക്കും സുപ്രീം കോടതിയോട്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ ചേട്ടാ. ഈ വിധി വന്ന ഉടനെ ഒരു ആക്ഷേപമാണ് ഹിന്ദു സംഘടനകൾ ആ വിധിയെ സ്വാഗതം ചെയ്തു. അതോടുകൂടിയാണ് പിണറായി വിജയന് താൻ നടപ്പാക്കിയാൽ ഒരു എതിർപ്പും ഉണ്ടാവില്ല എന്ന് തോന്നൽ വന്നത്. പിന്നീട് ഹിന്ദു സംഘടനകൾ പാലം വലിച്ചു. അതെ, അത് ശരിയാണ്. ഹിന്ദു സംഘടനകൾ പാലം വലിച്ചു എന്നുള്ളതല്ല, അവരുടെ നിലപാട് അവർ മാറ്റി. നിലപാട് മാറ്റിയിട്ട് സ്ത്രീകളെ കയറ്റുകയില്ല എന്നുള്ള നിലപാടിലേക്ക്. അതിന് ഈ 2 നിലപാട് വന്നത് എങ്ങനെയാണ്? 2 നിലപാട് അന്നത്തെ സാഹചര്യത്തിൽ വന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാകുമായിരുന്നില്ല. കാരണം അങ്ങേർക്ക് ഇത് പ്രശ്നമില്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം, പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. പിണറായിക്ക് ആ തോന്നലില്ലായിരുന്നു. പിണറായിക്ക് ഈ തോൽപ്പിക്കണം എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. ഹിന്ദു സമാജത്തെ തോൽപ്പിക്കുക, അതിലൊരു ആഹ്ലാദം വിളിക്കുക. അതിനോട് ചേട്ടൻ എതിർപ്പില്ലേ? ആ നിലപാടിനോട് അതിനോട് എതിർപ്പുണ്ട്. ഞാനതിനെ എതിർത്തിരുന്നു. ഞാൻ BJPയുടെയും ഇവരെ പോലീസ് അല്ലാൻ നേരത്ത് അതിൻ്റെ പ്രതിഷേധ യോഗങ്ങളിൽ മിനിമം 2-3 സ്ഥലത്ത് ഞാൻ പോയിരുന്നു. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ CK പത്മനാഭൻ നിരാഹാരം കിടക്കുമ്പോൾ ഞാൻ പോയിരുന്നു, അവിടെ പ്രസംഗിക്കാൻ പോയിരുന്നു. കാരണം പിണറായി വിജയൻ ഇതിനെ നേരിടുന്നത് ശരിയല്ല, ആ രീതിയിലല്ല നേരിടേണ്ടത്. അത് ക്ലിയർ കട്ടായിരുന്നു. ഇഫ് ഐ വാസ് ദ ചീഫ് മിനിസ്റ്റർ, ഞാനോ സുനിലോ ചീഫ് മിനിസ്റ്റർ ആയിരുന്നു, നമ്മൾ ചെയ്യുന്നത് എന്താ? ഇത്രയും ബഹളം നടക്കുന്ന സ്ഥിതിക്ക് സുപ്രീം കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ട് ഒരു 90 ദിവസത്തെ സ്റ്റേ ഓർഡർ തന്നെ കേട്ടോ. ഇതുവരെ കയറിയിരുന്നില്ലല്ലോ, ഇപ്പം അങ്ങോട്ട് കയറിയിട്ടൊന്നും ചെയ്യാനൊന്നുമില്ലല്ലോ. ഗിവ് മീ 90 days ടൈം, ലെറ്റ് മീ സ്പീക്ക് ടു ദീസ് പീപ്പിൾ, കൺവിൻസ് ദം, ആൻഡ് ദെൻ വി വിൽ ഡു ദാറ്റ് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതി സ്റ്റേ ഓർഡർ കൊടുക്കും. കോടതിക്ക് മനസ്സിലാവും. സർക്കാർ ചോദിക്കണം, വേറെ ആരെങ്കിലും സ്റ്റേക്ക് പോയാൽ കിട്ടില്ല. ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ട് എന്ന് സുപ്രീം കോടതിയിൽ സബ്മിറ്റ് ചെയ്യേണ്ടത് സർക്കാരാണ്. സർക്കാർ പറയുമ്പോഴേ അതിന് വെയിറ്റ് ഉണ്ടാവുള്ളൂ. വെറുതെ ഒരു പൊതുപ്രവർത്തനം പോയിട്ട് സാറേ അവിടെ അടിയും കച്ചറയും നടക്കുന്നു, സ്റ്റേ ഓർഡർ വേണം, നീ പോടാ, നീ ആരടാ എന്ന് ചോദിക്കും. ലോക്കൽ സ്റ്റാൻഡ് ചെയ്യില്ല നിങ്ങൾക്ക്. സർക്കാർ പറയുകയാണ് ദർ ഇസ് സീരിയസ് പ്രോബ്ലം. അവരും സുപ്രീം കോടതി TV വിഷ്വൽസ് ഒക്കെ കാണിക്കാം, സാർ ഇതാണ് സംഭവം, ഇറ്റ് വിൽ ഗോ ഔട്ട് ഓഫ് മൈ ഹാൻഡ്, പ്ലീസ് സ്റ്റേ ദ ഓർഡർ ഫോർ 90 days. 90 ദിവസം കൊണ്ട് ഞാൻ ചർച്ച ചെയ്ത് ശരിയാക്കാം. അവരെ ഒന്ന് വിശ്വാസത്തിലെടുത്ത് കൺവിൻസ് ചെയ്യട്ടെ. ഒന്ന് ഈ വിശ്വാസം എപ്പോഴും അന്ധമാണ്. ഒരു വാശി കയറിക്കഴിഞ്ഞാൽ പിന്നെ ആരും വിട്ടുതരില്ല, അവിടെ ലോജിക്കൊന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ ആ ടെമ്പറേച്ചർ ഒന്ന് കുറയ്ക്കണം. അതിന് ചെയ്യേണ്ടത് ഒരു സ്റ്റേ ഓർഡറാണ്. ആ സ്റ്റേ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ സമരങ്ങൾ അവസാനിച്ചു. പിന്നെ നിങ്ങൾക്ക് സമാധാനമായിട്ട് ഇരുന്ന് ചർച്ച ചെയ്യാം. ചർച്ച ചെയ്യാൻ ഇത്രയും പറ്റിയ ആൾക്കാർ സംഘപരിവാർ പോലെ വേറെ ആരുമില്ല. അച്ചടക്കത്തോടെ ചർച്ചകൾ നടത്തുന്ന ആൾക്കാരാണ്. അപ്പുറത്തുള്ളവർ പറഞ്ഞത് കേട്ട് ഒക്കെ ചെയ്തിട്ട് ഇതിലും വലിയ അടിപിടി, ഗുസ്തി, വെട്ടും കുത്തുമൊക്കെ നടക്കുന്നില്ല. CPM RSS ഉണ്ട്. എത്ര ചർച്ചകൾ നടന്നു, വളരെ സിവിലൈസ്ഡ് ആയിട്ട്. ചർച്ച അടിച്ചു പിരിഞ്ഞു നിന്ന് വരെ കേട്ടിട്ടില്ല. അതെ,
ചർച്ച കഴിഞ്ഞ് പിന്നെയും പ്രശ്നം ഉണ്ടായി. അതിപ്പോൾ ഞാനാണ് നീയാണെന്നൊക്കെ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. ബട്ട് ചർച്ച സച്ച് വി ആർ കൃഷ്ണയുടെ നേതൃത്വത്തിൽ അതൊക്കെ ചർച്ചയൊക്കെ നടന്നിരുന്നു. വളരെ സുഖമായിട്ട് കാര്യം പറഞ്ഞാൽ മനസ്സിലാകുന്ന ആൾക്കാരാണ് സംഘപരിവാറിൻ്റെ ആൾക്കാർ. ബട്ട് സംഘപരിവാറുമായിട്ട് ചർച്ചയില്ല എന്ന് ആദ്യം തന്നെ പിണറായി വിജയൻ തീരുമാനിച്ചു. അവിടെയാണ് പിണറായി വിജയന് തെറ്റുപറ്റിയത്. പിണറായി വിജയൻ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കേരളത്തിൽ സംഘപരിവാർ ഒരു ഫോഴ്സാണ്. അവരുടെ നിലപാട് അവർ മാറ്റിയെങ്കിൽ അവർക്ക് അതിൻ്റെ ന്യായങ്ങളുണ്ട്. നിങ്ങൾ അവരോട് ചോദിക്കുക, ചേട്ടാ എന്താ നിങ്ങൾ നിലപാട് മാറ്റാൻ കാര്യം? നിങ്ങളെ വിശ്വസിച്ചാണ് ഞാനിതിനിറങ്ങിയത്. ഇപ്പം നിങ്ങൾ പാലം വലിച്ചല്ലോ. ഇപ്പോൾ സുനിൽ പറഞ്ഞ ഭാഷയിൽ തന്നെ പറയും. അപ്പോൾ അവർ പറയും എന്തുകൊണ്ട് അവർക്കിങ്ങനെ നിലപാട് മാറ്റേണ്ടി വന്നു, വാട്ട് ഈസ് ദ പബ്ലിക് മൂഡ്. അത് സംസാരിച്ച് ചെയ്യാമായിരുന്നു. ഇപ്പോഴും അയ്യപ്പ സംഗമത്തിൽ നോക്കൂ, ഒരു കൺഫ്രണ്ടേഷൻ തലത്തിലാണ് പിണറായി വിജയൻ്റെ പോക്ക്. ഭീഷണി എന്നുള്ള വാദം, വിരട്ടൽ വേണ്ട. അതിന് പകരം പിണറായി വിജയൻ ക്യാൻ ലിഫ്റ്റ് ദ ഫോൺ, രാജീവ് ചന്ദ്രശേഖരനെ കണക്ട് ചെയ്യും, ഞാൻ സംസാരിക്കാം, ചോദിക്കുക RC എന്താ ഈ പ്രശ്നം, സ്റ്റാലിനെ തടയുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു മുഖ്യമന്ത്രിയല്ലേ, ഞാൻ ക്ഷണിച്ചിട്ട് വരുന്നതാണ്, എന്താ നിങ്ങളുടെ പ്രശ്നം, പ്ലീസ് കം ടു മീ, ഇന്ന് ഉച്ചയ്ക്ക് ഫ്രീ ആണോ, അല്ലെങ്കിൽ നാളെ രാവിലെ, സ്പീക്ക് ടു ഹിം, വാട്ട് ഈസ് ദർ. അപ്പോൾ ആ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അംഗീകരിക്കുക എന്നാകും. അത് അംഗീകരിക്കാൻ പിണറായി വിജയൻ്റെ ധാർഷ്ട്യം പുള്ളിയെ അനുവദിക്കുന്നില്ല. പിണറായി പറയുന്നത് രാജീവ് ചന്ദ്രശേഖരന് കേരളം അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. പിന്നെ ചുമ്മാ കേരളം അറിയാവുന്നവരല്ലേ എല്ലാം ചെയ്തു കൊടുക്കും. ഏതായാലും പിണറായി എത്ര കാലം കഴിഞ്ഞാലും പിണറായി തന്നെയാണ്. ഈ ആ പത്രസമ്മേളനം വീണ്ടും തെളിയിച്ചു. അതെ അത് ഈ വസന്തകാലം വരുമ്പോൾ കാക്ക ഏതാ കുയിലേതാന്ന് തെളിയുമെന്ന് പറഞ്ഞ പോലെ ആ സമയം വന്നു കഴിയുമ്പോൾ പിണറായി ആ ഒറിജിനൽ സ്വഭാവം പുറത്തെടുക്കും. ദയനീയമായൊരു പത്രസമ്മേളനമായിരുന്നു അല്ലേ? അതെ. അങ്ങേര് വേണ്ടാത്തതിലൊക്കെ ചാടിയിട്ട്, ഒന്നാമത് പുള്ളി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പറ്റി പറയാനാണ് പത്രസമ്മേളനം വിളിച്ചത്. അതെ, അതിൻ്റെ മുഖവുരയായിട്ടാണ് ഈ പറഞ്ഞ മലയോര എന്താണ് ആ പ്രശ്നമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. പിണറായിക്കും അറിയില്ല, നമുക്കും അറിയില്ല, മലയോരക്കാർക്കും അറിയില്ല. അവസാനം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഹി വാസ് കംഫർട്ടബിൾ, സംഭവം ഒന്ന് പിടിച്ചു നിൽക്കാമെന്നുണ്ടായിരുന്നു. അയ്യപ്പ സംഗമം വന്നു കഴിയുമ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇത് സ്ലിപ്പറി ഏരിയ ആണ്. അവിടെ വെച്ച് പുള്ളി ഓഫ് ചെയ്തു. അതിനൊരു മറുപടി കൊടുത്തിട്ട് സർക്കാർ അതിലൊന്നുമില്ല, പിന്തുണയും പ്രോത്സാഹനവും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് VN വാസവന് നാണക്കേടുണ്ടാക്കിയിട്ട് പുള്ളി മൈക്ക് ഓഫ് ചെയ്ത് ഇറങ്ങിപ്പോയി. വാസവനെ തേച്ചു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.